ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമാണ് 12th കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ അല്ലേ. ഒരുപാട് കോഴ്സുകളുടെ സംശയങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരിക്കും നമ്മൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഒന്നെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരം, ഇനി അതല്ലെങ്കിൽ കുഞ്ഞിലെയും മുതൽ കണ്ട ഒരു ഡ്രീം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നു. ഇനി അതും അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ കസിൻസിൻ്റെ താല്പര്യം കൊണ്ടോ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്ത് അതിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ 4-5 വർഷം പഠിച്ച് ജോലി കിട്ടി അങ്ങനെ പോകുന്നു. അപ്പോൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ട ഈ ഒരു ടൈമിൽ എല്ലാവരും വളരെ ആലോചിച്ച് ഏറ്റവും വൈസായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ എടുക്കുക. കൂടുതൽ ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് BSc നഴ്സിംഗ്. BSc നഴ്സിംഗ് എളുപ്പമാണോ, അല്ലെങ്കിൽ BSc നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ ടോപ്പിക്കാണ്, BSc നഴ്സിംഗ് എളുപ്പമാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാ കോഴ്സുകളെയും പോലെ തന്നെ BSc നഴ്സിംഗും ഒരു 4 ഇയർ കോഴ്സ് തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചാൽ മാത്രം പാസ്സാവാൻ സാധിക്കുന്ന ഒരു കോഴ്സ് ആണ് BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ. ഈ ഒരു BSc നഴ്സിംഗിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാനൊരു ആൾക്കാരുടെ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരുപാട് മിത്സുകളുണ്ട് BSc നഴ്സിംഗിനെ പറ്റി. ഒരുപാട് പേര് പറയുന്നതാണ് നഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, +2 പാസ്സായില്ലെങ്കിൽ പോലും നഴ്സിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണടച്ച് പാസ്സാവാൻ സാധിക്കും. അടുത്തായിട്ട് കേൾക്കുന്ന ഒരു കോമൺ കാര്യമാണ്, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പഠിച്ചിറങ്ങി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ജോലി കിട്ടും, ഒരു പ്രയാസം ഇല്ലാതെ ഓടിച്ചെന്നാൽ മതി, നമ്മൾക്ക് ജോലി ഉറപ്പാണ്. ഇനി അതും അല്ലെങ്കിൽ എന്താണ്, നിനക്ക് നല്ല മാർക്കില്ലേ, അപ്പം നീ നഴ്സിങ്ങിന് പോകണ്ട, പകരം എൻജിനീയറിങ്ങോ മെഡിസിനോ അങ്ങനെ എന്തിനേലുമൊക്കെ പോയാൽ മതി, നിനക്ക് കഴിവുണ്ട്, അതുകൊണ്ട് നീ നഴ്സിങ്ങിൽ പോയി ജീവിതം കളയാനുള്ളതല്ല നിൻ്റേത്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടാവും. 12th കഴിഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം പറയാനാണെങ്കിൽ BSc നഴ്സിംഗ് വളരെ പ്രയാസമുള്ളൊരു കോഴ്സാണ്. കാരണം വളരെയധികം പഠിക്കാനുണ്ട് നമുക്ക് BSc നഴ്സിംഗിൽ. BSc നഴ്സിംഗിൽ 4 വർഷം കൂടെ ഒരുപാട് സബ്ജക്ട്സിന് എക്സാംസ്, തിയറി എക്സാം, പ്രാക്ടിക്കൽ എക്സാം, അങ്ങനെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാകും. ഇനി ജോലി സാധ്യതയെ പറ്റി പറയാനാണെങ്കിൽ പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലി കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ എന്നാൽ പഠിച്ചിറങ്ങിയതിൻ്റെ ആ ഒരു എഫേർട്ടിന് പറ്റുന്ന ഒരു ജോലി ആയിരിക്കില്ല തുടക്കം നമുക്ക് കിട്ടുന്നത്. സാലറി വൈസ് ആണെങ്കിലും വളരെ കുറവായിരിക്കും സ്റ്റാർട്ടിംഗ് ഒക്കെ. ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളുടെ സാലറിയൊക്കെ കൂടുതൽ കിട്ടുന്നതും. മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനായിട്ട് എല്ലാവരും പറയും വളരെ എളുപ്പമാണ്, BSc നഴ്സിംഗ് പഠിച്ചിറങ്ങിയാൽ മതി, അപ്പം തന്നെ ഗൾഫിൽ പോവാം, അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് അബ്രോഡ് എവിടെ വേണേലും പോവാം. ഒരിക്കലും ഇല്ല. അത് ഇവിടെ എത്തണമെങ്കിൽ ഒരുപാട് കടമകളുണ്ട്. 2-ൽ-അധികം എക്സാമുകൾ പാസ്സായി ഇവിടെ വന്ന് വീണ്ടും എക്സാം എഴുതി, അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടാണ് അബ്രോഡിൽ ഓരോ നഴ്സുമാരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമൂഹം നഴ്സിങ്ങിനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് പഠിക്കാൻ എളുപ്പമാണോ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരിക്കലും അല്ല. BSc നഴ്സിംഗ് പഠിക്കാൻ വളരെ കഷ്ടപ്പാടുണ്ട്. 4 വർഷം, ഓരോ വർഷത്തെ കാര്യം പറയാനാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾക്ക് അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി, നഴ്സിംഗ് ഫൗണ്ടേഷൻ, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ഒരു താരതമ്യപ്പെടുത്താനാണെങ്കിൽ ഒരു ഡോക്ടർ എന്താണോ പഠിക്കുന്നത് അതേപോലെ തന്നെ ഒരു നഴ്സും പഠിക്കുന്നുണ്ട്. ഈ ഒരു പൊസിഷനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, നഴ്സ്, ഡോക്ടർ. പക്ഷെ എന്നാൽ അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സിമിലർ തന്നെയാണ്. അനാട്ടമി നോക്കാനാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും പാടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അനാട്ടമി. പാസ്സാവാൻ വളരെ പ്രയാസമാണ്. കാരണം മുഴുവൻ ബോൺസിനെ പറ്റി, മസിൽസിനെ പറ്റി, ഹോൾ സ്കെൽറ്റൽ സിസ്റ്റമാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓരോ മെഡിക്കൽ ടേംസും വളരെ ഡിഫിക്കൽട്ടാണ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പഠിച്ചു പോവുക, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും, ഫിസിയോളജി ആണെങ്കിൽ ഓരോ ഓർഗൻ സിസ്റ്റംസ്, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ. മൈക്രോബയോളജി ആണെങ്കിൽ ഈ ഒരു ലോകത്ത് കാണുന്ന എല്ലാ മൈക്രോ ഓർഗാനിസത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി അതല്ല ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി വരികയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ്. ഇനി ന്യൂട്രീഷൻ ആണെങ്കിൽ ഓരോ ഡയറ്റ് പ്ലാൻ, ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും എങ്ങനെ ഡയറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ ആകെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് ഒരുപാട് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊരു ആശയം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടെ കൈ നിന്നിട്ട് എഴുതി പാസ്സാവാൻ പറ്റുന്ന ഒരു ഈസി സബ്ജക്റ്റാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്.
ഞാൻ ഇത് പറഞ്ഞ് ആരെയും തളർത്തുകയോ അല്ലെങ്കിൽ നഴ്സിംഗ് എടുക്കരുത് എന്ന് ഒരിക്കലും ചിന്തിച്ച് പറയുന്നതല്ല. നഴ്സിംഗ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഒരു കോഴ്സിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കോഴ്സിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും അതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറങ്ങി തിരിച്ചതിന് ശേഷം അയ്യോ ഇത് എടുക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഡ്രോപ്പ് ആക്കിയേക്കാം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. കാരണം ബാക്കി എല്ലാ കോഴ്സുകളും പഠിച്ച് തിയറി മാത്രം പഠിച്ച് പുറത്തിറങ്ങി ഏതെങ്കിലും കമ്പനീസിൽ നമ്മൾ ജോലിക്ക് കയറി അങ്ങനെ പോകുന്നു. പക്ഷെ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ശമ്പളമൊന്നും ഇല്ലാതെ ജോലി ചെയ്ത് പഠിച്ച് നമ്മൾ പാസ് ഔട്ട് ആവുന്നു. മാത്രമല്ല ഇത് മനുഷ്യരോടാണ് നമ്മൾ ഇടപെടുന്നത് അല്ലേ. ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് ഒരു അസുഖം വരുന്ന സമയത്ത്. ആ ഒരു ടൈമിൽ നമ്മളെ കെയർ ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ പാരൻസിന് കഴിഞ്ഞു എന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല, അല്ലെ ഫ്രണ്ട്സിന് കഴിഞ്ഞു എന്ന് വരില്ല. ആ ഒരു സമയത്ത് ഇവരുടെ എല്ലാം റോള് ഒരേപോലെ ഒരാളായിട്ട് ചെയ്യുന്നതാണ് ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു കോഴ്സിനും അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനും വരിക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആരെയും പിന്നോട്ട് വലിക്കുകയല്ല നഴ്സിംഗ് എടുക്കരുതെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നഴ്സിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്കോപ്പ് നോക്കാനാണെങ്കിലും ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു കോഴ്സ് തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചില രാജ്യത്തിൻ്റെ ഓരോരോ നിയമങ്ങൾ കാരണം ഓപ്പണിങ്സ് ഒന്നും കണ്ടുവന്ന് വരില്ല. എന്നാലും പിന്നീട് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഏത് രാജ്യത്തും എന്തും സംഭവിക്കാം. ചിലപ്പോൾ അവർ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നഴ്സുമാരെ അങ്ങോട്ടേക്ക് വിളിച്ചേക്കാം. അങ്ങനെ ഒരുപാട് അനവധി അവസരങ്ങളാണ് നഴ്സിങ്ങിനുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നഴ്സിംഗ് ഒരു ബെസ്റ്റ് സബ്ജക്റ്റ് തന്നെയാണ്. എന്നാലും കുറച്ച് സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സത്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് വരാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ പഠിച്ചപ്പോൾ ഉള്ള ഒരു സിലബസ് ആണ് പറയുന്നത്. ഞാൻ പഠിച്ചപ്പോൾ ഇയർ വൈസ് ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. 1-2 വർഷമായിട്ട് ഇപ്പോൾ സെമസ്റ്റർ ആയിട്ടാണ് നഴ്സിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം തന്നെ 2 സെമസ്റ്റർ വെച്ചിട്ട് 4 വർഷം 8 സെമസ്റ്റർ ഇങ്ങനെയാണ് എക്സാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പഠിച്ചത് വെച്ച് പറയാം. സെക്കൻഡ് ഇയറിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഫാർമക്കോളജി ഉണ്ടായിരുന്നു. ഫാർമക്കോളജി ഏറ്റവും ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു സെക്കൻഡ് ഇയറിൽ. എല്ലാ ഡ്രഗ്സിൻ്റെയും ജസ്റ്റ് പേര് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ ആക്ഷൻ എന്താണ്, അതെങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ബോഡിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ, അതിൻ്റെ ഇൻട്രാക്ഷൻസ്, പിന്നെ നഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ആ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് കാണാതെ പഠിക്കേണ്ടതും മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഫാർമക്കോളജിയിൽ. നല്ലൊരു ടഫ് സബ്ജക്റ്റ് ആയിരുന്നു ഫാർമക്കോളജി പാസ്സാവാനായിട്ട്. പിന്നെ ഉള്ളത് സോഷ്യോളജി. ഇല്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഇയർ കടന്നുപോയി. തേർഡ് ഇയറിലേക്ക് വരാനാണെങ്കിൽ കൂടുതലും പ്രാക്ടിക്കൽസ് ആയിരുന്നു. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, ഇത് രണ്ടും പ്രാക്ടിക്കൽസ് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന 2 സബ്ജക്റ്റ് ആയിരുന്നു. ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. പീഡിയാട്രിക് മേഖലയിലായിരിക്കും നമ്മളുടെ കൂടുതൽ പോസ്റ്റിങ്ങുകളും കൂടുതൽ അവേഴ്സും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് പീഡിയാട്രിക്സുമായിട്ടായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള വിവിധ രോഗങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ICUകളിൽ, വാർഡിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ഇനി മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് നോക്കാനാണെങ്കിൽ കൂടുതലും സൈക്യാട്രിക് റിലേറ്റഡ് കണ്ടീഷൻസ് ഉള്ള, അതായത് ഒന്നെങ്കിൽ ഊളംപാറ അല്ലെങ്കിൽ കുതിരവട്ടം അങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ പോസ്റ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ് അവരോടൊക്കെ ഡീൽ ചെയ്യാൻ. നമുക്കറിയില്ലല്ലോ, നമ്മളിതുവരെ അവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരോടൊക്കെ ഡീൽ ചെയ്ത് അവരുടെ ആ ഒരു രീതി മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞ് ഈ അവധെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രാക്ടിക്കൽ എക്സാമും അതേ സ്ഥലത്ത് വെച്ചായിരിക്കും നടക്കുന്നത്. എവിടെയാണോ പോസ്റ്റിങ്ങിന് പോകുന്നത് അവിടെ വെച്ച് തന്നെ അവരുമായി തന്നെ ഇൻട്രാക്ട് ചെയ്താണ് നമ്മുടെ എക്സാംസ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, എന്തോരം സ്ട്രെസ്സായിരിക്കും ആ ഒരു ടൈമിൽ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അപ്പോൾ അങ്ങനെ തേർഡ് ഇയറും കഴിഞ്ഞു. ഇനി ഫോർത്ത് ഇയർ നോക്കാനാണെങ്കിലും ഇതുപോലെ തന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് അവിടെയും പഠിക്കാനുണ്ട്. 4-5 സബ്ജക്റ്റ്. OBG എന്ന് പറഞ്ഞിട്ട് ഗൈനക്കോളജി റിലേറ്റഡ് അല്ലെങ്കിൽ ഒബ്സ്റ്റെട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ലേബർ റൂം പോസ്റ്റിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റിംഗ്, ഇങ്ങനെ ഒരുപാട് സബ്ജക്ട്സുകളും എക്സാമുകളും. ഇനി എക്സാമിനെ പറ്റി പറയാനാണെങ്കിൽ തിയറി എക്സാം, പ്രാക്ടിക്കൽ എക്സാം. മിക്ക സബ്ജക്റ്റിനും നഴ്സിംഗിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പ്രത്യേകം തന്നെയാണ്, അത് നമ്മൾ പ്രത്യേകമായിട്ട് പാസ്സായിരിക്കണം.
ഇനി മാത്രമല്ല അസൈൻമെൻറ്റ്സ്, ഒരുപാട് അസൈൻമെൻറ്റ്സ് ഉണ്ട്. എല്ലാ ഇയറിലും കെയർ പ്ലാൻ, കേസ് സ്റ്റഡി പ്രസൻറ്റേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ അസൈൻമെൻറ്റ്സ്, ഡ്രഗ് പ്രസൻറ്റേഷൻ, ഡ്രഗ് ബുക്ക് സബ്മിഷൻ, ഇനി അതല്ലെങ്കിൽ റിസർച്ച് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു റിസർച്ചിൽ നമ്മൾ റിസർച്ച് ചെയ്ത് തീസിസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, ഒരു ബുക്കാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഒരാൾ നഴ്സിംഗ് കഴിഞ്ഞ് നേഴ്സായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളും ഉണ്ടാവാറുണ്ട്. SNA, TNA പോലെയുള്ള സംഘടനകൾ നടത്തുന്ന പരിപാടികൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, സ്പോർട്സ് ഉണ്ടായിരിക്കും, കോളേജ് ഡേ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് ലീഷർ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഇതിന് തന്നെ കോളേജ് ടൂർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള എൻജോയ്മെൻറ്റ് ഉണ്ടായിരിക്കും. കൂടാതെ പഠിത്തത്തിനോടൊപ്പം തന്നെ നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരവും ലഭിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സ്ട്രെസ് ഉണ്ടെങ്കിലും എല്ലാ കോഴ്സുകളെയും പോലെ തന്നെ നമ്മളത് 4 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും പഠിച്ച് പാസ്സായിരിക്കും. ഇതൊരു വലിയ ബാലികേറ മലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നഴ്സിംഗ് നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ നമ്മൾക്കൊരു മനക്കരുത്തുണ്ടെങ്കിൽ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ആ ഒരു പഠിക്കുന്ന ടൈമിൽ കുറച്ച് കഷ്ടപ്പെടണം. 9 to 5 ആയിരിക്കും മിക്ക ദിവസം ക്ലാസ്. മൺഡേ ടു സാറ്റർഡേ വരെയൊക്കെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു 9 to 5. അപ്പോൾ 9 to 1 o'clock നമുക്ക് തിയറി സെക്ഷൻ ആയിരിക്കും. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 4 മണി വരെ അല്ലെങ്കിൽ 5 മണി വരെ പ്രാക്ടിക്കൽസ് ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ചും വരാം. രാവിലെ പ്രാക്ടിക്കൽസും ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ലൈഫ് പെട്ടെന്നായിരിക്കും ഓരോ ദിവസം കടന്നു പോകുന്നത്. കണ്ണടച്ച് തുറക്കുന്ന പോലെ ഫസ്റ്റ് ഇയർ കഴിയും, സെക്കൻഡ് ഇയർ കഴിയും, തേർഡ് ഇയർ കഴിയും, ഫോർത്ത് ഇയർ കഴിഞ്ഞ് ഫൈനൽ എക്സാം കഴിയുമ്പോഴേക്കും നഴ്സായി, സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോൾ ഒരു നഴ്സായി. പിന്നീട് അടുത്ത ചോദ്യം വരും, എവിടെ ജോലിക്ക് കയറണം, കേരളത്തിൽ നിന്ന് നിന്നാൽ മതിയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകണോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നഴ്സിംഗ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സ്, നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പാസ്സാവാൻ പറ്റില്ല എന്ന് പറയുന്നൊരു കോഴ്സൊന്നും അല്ല. മനക്കരുത്തുണ്ട് എന്നുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് നഴ്സിംഗ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ആലോചിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്കുക. നഴ്സിംഗ് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഡിസിഷൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും ബാക്കിയുള്ള കോഴ്സുകളെ തട്ടിപ്പറയോ താരതമ്യം ചെയ്യുകയോ അല്ല. ഞാൻ നഴ്സിംഗ് പഠിച്ചതുകൊണ്ട് നഴ്സിംഗിലെ സത്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി നഴ്സിംഗിലേക്ക് പുറപ്പെടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കരിയർ ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഏത് കോഴ്സ് എടുക്കണം അല്ലെ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും, നഴ്സിംഗ് എടുക്കുക. വളരെ നല്ലൊരു കോഴ്സാണ്. എല്ലാവരും പറയില്ലേ, ഭൂമിയിലെ കാണപ്പെടുന്ന മാലാഖയാണ് ഓരോ നഴ്സുമാരും എന്ന്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. കാരണം കോവിഡൊക്കെ വന്ന സമയത്ത് ആരും നോക്കാനില്ലാത്ത ആ ഒരു ടൈമിൽ നഴ്സുമാരും ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും മാത്രമായിരുന്നു ആ ഒരു വ്യക്തിയെ പരിചരിച്ചതും കെയർ ചെയ്തതും ഒക്കെ. അപ്പോൾ ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. നല്ലൊരു നേഴ്സ് ആവുക എന്ന് പറയുമ്പോൾ നല്ലൊരു വ്യക്തിത്വം കൂടെയാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ക്ഷമ പഠിക്കും നമ്മൾ നഴ്സിംഗ് പഠിക്കുന്നതിലൂടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ നഴ്സിംഗ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 1-2 വർഷത്തിന് മുന്നേ തന്നെ സിലബസ് ആകെ മാറിയിട്ടുണ്ട്, സെമസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇയർലി ഉള്ള എക്സാംസ് കേരളത്തിൽ സെമസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നും സെമസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് പോകുന്നതെന്നും ഉള്ള എല്ലാ ഒരു ഡീറ്റെയിൽസും കൂടെ അടങ്ങിയൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, LBSൻ്റെ അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4-ാം തീയതിയാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ ചെയ്തു തുടങ്ങുക. ആ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ഒരു 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം നിങ്ങൾ എത്രയും വേഗം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. നല്ലൊരു കോളേജിൽ എത്രയും വേഗം അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.